ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗരം മസാല. ഇനി ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. രാവിലെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. നല്ലൊരു മഴയൊക്കെ ആയിരുന്നു. അപ്പൊ 4:30 ആയി സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ പോകുന്ന വഴിക്ക് നമസ്കാരമൊക്കെ തീർത്തു. ബാങ്ക് കൊടുത്ത ഉടൻ തന്നെ നമസ്കാരമൊക്കെ തീർത്തു കേട്ടോ. പിന്നെ ഇവിടുന്ന് ഏകദേശം ഒരു 2.5 മണിക്കൂറോളം യാത്രയുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് 10 മണിക്കാട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 7:30 റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങളൊരു ഗ്രൂപ്പിലാണ് പോകുന്നത്, മിലാൻ ഹോളിഡേയ്സിലാണ് പോകുന്നത്. അപ്പോൾ ഇതിനു മുൻപും 1-2 തവണ യാത്ര ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെ. നല്ലൊരു സേവിങ്സ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ അവരെ ചൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു ടോൾ പ്ലാസയിൽ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ സൺറൈസ് ഒക്കെ ആയി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടോ. ഒരു റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയത്. എയർപോർട്ടിന്റെ അടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോഴേക്കും തന്നെ 7:45 കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് പോകാന്നുള്ള ഒരു തിരക്കായിരുന്നു. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ അകത്ത് കയറിയിട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമായി. അപ്പോൾ അനീസ് ഉണ്ടായിരുന്നു. പിന്നെ അനീസിനോടൊക്കെ കുറച്ച് സംസാരിച്ച് നേരെ അകത്തോട്ട് കയറി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും തന്നെ ഫ്ലൈറ്റിനോട്ടുള്ള കോൾ വന്നു. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി. എങ്ങോട്ടാണ് യാത്ര എന്ന് പറഞ്ഞില്ലേ അല്ലേ? ഒരുപാട് നാളത്തെ ഒരു ഡ്രീമാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് ഉയർന്ന് കേട്ടോ. താഴെ ഒരുപാട് വീടുകളും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ അതിലുള്ള വിസിബിലിറ്റി ഒക്കെ ഒന്ന് കുറഞ്ഞു. പിന്നെ മേഘങ്ങളായി. മേഘത്തിന്റെ കൂടെയുള്ള ഒരു യാത്രയും ഒരു ഭംഗിയാണല്ലോ അല്ലെ? ഇനി കുറച്ച് കഴിഞ്ഞാൽ നേരെ മേഘത്തിന്റെ മുകളിലൂടെ ആയിരിക്കും യാത്ര. എന്നാലും മേഘത്തിലേക്ക് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. നാട്ടിൽ സെറ്റിൽ ആയതോടുകൂടെ ഫ്ലൈറ്റ് യാത്രകളൊക്കെ കുറവാട്ടോ. വർഷത്തിൽ ഒരിക്കലൊക്കെ. ഇപ്പൊ ലാസ്റ്റ് കാശ്മീരിൽ പോയപ്പോഴായിരുന്നു, അല്ലെ അത് ലാസ്റ്റ് ഇയർ ആയിരുന്നു. ഇനി അതിനുശേഷം ഇപ്പോഴാണുള്ളത്. അപ്പോ ദൂരെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യാത്ര എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലെ? ലക്ഷദ്വീപിലോട്ടാണ് യാത്ര. ഒരുപാട് മുന്നത്തെ ഡ്രീമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ +2 മുതലുള്ള ഒരു ഡ്രീമായിരുന്നു ഈ ലക്ഷദ്വീപ് യാത്ര എന്നത്. എപ്പോൾ പ്ലാൻ ചെയ്യുമ്പോഴും ലക്ഷദ്വീപിലെ ക്ലൈമറ്റ് നോക്കുമ്പോഴും നമ്മുടെ കേരളത്തിന്റെ ക്ലൈമറ്റ് തന്നെ ആയിരിക്കില്ല. അപ്പോൾ ചൂടായിരിക്കും. പിന്നെ മഴക്കാലത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റൂല. അതുകൊണ്ട് അവസാനം ഇനി ഒന്നും നോക്കണ്ട, ക്ലൈമറ്റ് നോക്കി ലക്ഷദ്വീപ് കാണില്ല എന്ന ഒരു തിങ്കിങ്ങോട് കൂടിയിട്ട് ഈ സമയത്ത് തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തു. പിന്നെ പെർമിറ്റും എല്ലാം റെഡി ആകാൻ 1 മാസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ഇറങ്ങിയിരിക്കുകയാണ്. അഗത്തി എയർപോർട്ടിലാണ് കേട്ടോ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ളത്. സാധാ എയർപോർട്ട് പോലൊന്നുമല്ല. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമുക്ക് സാധാ ഒരു ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അങ്ങനെ നേരെ എയർപോർട്ടിന്റെ അകത്ത് കയറി. ചെറിയൊരു എയർപോർട്ട് ആണ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം ഇറങ്ങി. ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ അജ്മൽ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിസോർട്ടിൽ നിന്ന് വെഹിക്കിൾ വന്നിരുന്നു കേട്ടോ. 3-4 വെഹിക്കിൾ വന്നിരുന്നു, ക്യാബ്സ്. അപ്പോൾ ഞങ്ങൾ അതിൽ പോവുക ചെയ്തത്. സീ വ്യൂ റിസോർട്ടാണ്, ബീച്ച് റിസോർട്ടാണ് കേട്ടോ. ബീച്ച് റിസോർട്ട് ആകുമ്പോൾ നമുക്ക് ആരും വെയിറ്റ് ചെയ്യണ്ടല്ലോ. നേരെ ബീച്ചിലോട്ട് വേണ്ട സമയത്തൊക്കെ പോകാം. സേഫ്റ്റി കൂടെ നോക്കണം കേട്ടോ. അപ്പൊ വന്ന് നേരെ കാണുന്നത് ബീച്ച് തന്നെയാണ്. നല്ല നീല കളറുള്ള ബീച്ചാണ് കാണുന്നത്. ഈ റിസോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സൺസെറ്റും സൺറൈസും കാണാനുള്ളതാട്ടോ. ഈ ഏരിയയിൽ നമുക്ക് സൺസെറ്റ് കാണാം, ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ സൺറൈസും കാണാം. അപ്പൊ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ മാനേജർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. ഈ റിസോർട്ടിനെ പറ്റി, അതുപോലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടോ. ഇതിന്റെ മുൻപ് തന്നെയാണ് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. അപ്പൊ കുറച്ച് പേര് ആ ഭാഗത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഞാൻ നേരെ ഓപ്പോസിറ്റിലാണ് കേട്ടോ. ഇവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വില്ലാസ് ഉണ്ട്, റൂംസ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ വന്നു. റൂം കുഴപ്പമില്ല കേട്ടോ. 2 ബെഡ് സ്പേസ് ഷെയറിംഗ് ആയിരുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ AC മസ്റ്റാണ്. ഇവിടെ ഇപ്പോൾ ചൂടുള്ള ടൈമാണല്ലോ, അപ്പോൾ AC ഉണ്ട്. അപ്പോൾ റൂമിൽ ലഗേജ് ഒക്കെ വെച്ച് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇട്ടുവെന്തതാണ്. നമ്മുടെ ബിരിയാണിയുടെ വേറൊരു വേർഷൻ ആട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ബീച്ചിൽ ഇറങ്ങേണ്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഫുഡ് കഴിച്ച് കുറച്ച് സമയം ഇരുന്നിട്ട് നേരെ കടലിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. ഈ ടൈമിൽ നമ്മൾ എന്തായാലും കടലിൽ ഇറങ്ങുമല്ലോ അല്ലെ? ലൈഫ് ജാക്കറ്റ് മസ്റ്റ് ആണ് കേട്ടോ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കടലിൽ ഇറങ്ങും. ഇപ്പോൾ ഹൈ ടൈഡിന്റെ ടൈമാണ്. വെള്ളം ഒന്നുകൂടെ കയറി വരുന്നുണ്ട് കേട്ടോ. രാവിലെ ലോ ടൈഡ് ആയിരിക്കും, അപ്പൊ നമുക്ക് ഇത്രയും തെരയുണ്ടാവില്ല. അതേപോലെ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി പോയിട്ടുണ്ടാകും. നമുക്ക് കുറച്ചുകൂടെ ദൂരം കടലിലൂടെ പോകാം. ഈ ബീച്ച് എന്ന് പറയുന്നത് ഞങ്ങളുടെ റൂമിന്റെ അടുത്തുള്ള ബീച്ചാണ് കേട്ടോ. ഇവിടെ ഒരു ക്രൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ പോർട്ടെല്ലാം അടച്ചിരിക്കുകയാണ്. 5 മണിക്ക് ശേഷം എല്ലാവർക്കും അങ്ങോട്ട് എൻട്രി ഉള്ളൂ. അതുകൊണ്ട് തന്നെ കടലിലൊന്ന് മുങ്ങി കുളിച്ച് പിന്നെ ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കിടന്ന് ഇറങ്ങിട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ ഈവനിങ് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഇവിടെ പിന്നെ ഒരുപാടൊന്നും കാണാനില്ലാത്തത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നല്ല ചായയും അതിന്റെ കൂടെ തന്നെ ഉണ്ണിയപ്പം വന്നിട്ടുണ്ട്. ഇവിടുത്തെ അധികം ഫുഡുകളും നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡുകൾ തന്നെയാണ് കേട്ടോ. ഉണ്ണിയപ്പം കുറച്ചധികം തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉണ്ണിയപ്പമായിരുന്നു. എന്നാലും ഈ കടലിലൊക്കെ കുളിച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പൊ നല്ല ചൂടുള്ള ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമൊക്കെ ഒരു വിധം മാറി കേട്ടോ. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിന്റെ ഭാഗം വേറെ ഒരു വൈബാണ് കേട്ടോ. റൂഫൊക്കെ ഫ്രെയിമാണ്. അതുപോലെ തന്നെ ബൗണ്ടറി വാളും നമ്മുടെ ഈ പട്ടയുടെ ഓല കൊണ്ടൊക്കെ മടങ്ങിയിട്ടിട്ടുണ്ടാക്കിയ ഒരു ബൗണ്ടറി വാളാണ്. പിന്നെ റൂഫിന്റെ മുകളിലും തന്നെ പുറം ഭാഗത്ത് ഈ പട്ട തന്നെയാണ് വെച്ചിട്ടുള്ളത്. ലോക്കലി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കൂടുതൽ ഭംഗി വരുത്തട്ടോ ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കടൽ കാണാം. നേരെ കടലിൽ ഇറങ്ങട്ടോ. ഈ 2 ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒരു 100 മീറ്റർ കിട്ടും. നമുക്ക് ഏത് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏത് സൈഡിൽ കടലിൽ പോകണം എന്നുണ്ടെങ്കിലും അത് നടന്നു പോയാൽ മതി. 50 മീറ്റർ ഇങ്ങോട്ട് 50 മീറ്റർ ഇങ്ങോട്ട്. അപ്പോൾ റെഡി ആയിരിക്കുകയാണ് സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി. വണ്ടി വന്നു. അങ്ങനെ വണ്ടി കയറിയിരിക്കട്ടോ. 1-2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എല്ലാം കണ്ടു തീർക്കാന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. ആദ്യം ഞങ്ങൾ പോയത് അഗത്തി മ്യൂസിയത്തിലാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ ദ്വീപിനെ പറ്റിയിട്ടൊക്കെ ചെറിയൊരു ഐഡിയ കിട്ടിട്ടോ. ആകെ 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ലെങ്ത് വരുന്ന മ്യൂസിയം. അതിന്റെ അകത്ത് തന്നെയാണ് എയർപോർട്ടും വരുന്നത്. പഴയ ഓർണമെന്റ് കീപ്പ് ചെയ്യുന്ന ബോക്സ്, അതുപോലെ തന്നെ ചായ സെർവ് ചെയ്യുന്നത്, പിന്നെ നല്ല മഞ്ചൽ, ഈ ഒരു ഊഞ്ഞാല് ഒക്കെ ഒന്നും ഇരിക്കാനൊന്നും പറ്റില്ല കേട്ടോ, പഴയതല്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം, വളരെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. ഒരു 1/2 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തുള്ളൂ. അവിടെ നേരെ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാം കേട്ടോ. പോകുന്ന വഴിക്ക് നിറയെ വേരുകൾ തൂങ്ങിക്കിടക്കുന്ന ഒരു ആൽമരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാണുന്നത് ഓപ്പൺ സ്റ്റേഡിയാണ്. ഇവിടെ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ആ വെൽക്കം ടു അഗത്തി എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഒരു ഫോട്ടോ പോയിന്റ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ബോട്ട് ജെറ്റിയാണ് കാണുന്നത്. ഇവിടെ മീൻ പിടിക്കുന്ന ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് മീനൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. കാണാൻ തന്നെ ഒരു ഭംഗി, വല്ലാത്തൊരു ഭംഗിയാണ്. സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് സമയം കൂടി എടുക്കും. ആ സമയം കൂടി ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കാണാമെന്ന് വെച്ചു. ട്യൂണയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫിഷ് എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും ട്യൂണയാണ്. അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. റേറ്റ് കുറവുണ്ട് എന്നൊന്നും വിചാരിക്കില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇവിടുത്തെ ട്യൂണയ്ക്കും. പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന ഈ ഒരു പൊസിഷൻ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് എല്ലാവരും ഓരോ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നേരെ കുറച്ച് സമയം ബീച്ചിലോട്ട് ഇറങ്ങി. ബീച്ചിലോട്ട് ഇറങ്ങി വെള്ളത്തിലോട്ടല്ല, ആ മണൽ പരപ്പിലോട്ടൊന്ന് ഇറങ്ങി. അവിടെയും കുറച്ച് ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ കുറച്ച് ഫോട്ടോസ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. അതിനുശേഷം നേരെ ഞങ്ങൾ പോവാണ്. ഇനി സൺസെറ്റ് കാണാൻ വേറൊരു ബീച്ചിലോട്ട് പോവാണ്. ലഗൂൺ ബീച്ചാണ്. ഈ അകത്തിയുടെ ഏറ്റവും എൻഡാണ് ലഗൂൺ ബീച്ച്. ഇവിടെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ദ്വീപ് നിവാസികൾ തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളെ പോലെ ടൂറിസ്റ്റുകൾ അല്ലാതെ തന്നെ മണൽ പരപ്പില് നിറയെ ഞണ്ട് കൂടുണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചില്ലെന്നുള്ള കാര്യം കിട്ടും. ചെറുതും വലുതുമായിട്ട് നിറയെ ഞണ്ടുകളും. നമ്മൾ കണ്ടാൽ നേരെ ഇവിടെ കൂടിലോട്ട് കയറും കേട്ടോ. ഒരു ട്രാപ്പ് പോലെയാണ് തോന്നുന്നത്. വെള്ളം അങ്ങനെ കയറി വരുമ്പോഴേ മീനൊക്കെ പെടിയിരിക്കും, ചെറുതൊക്കെ. അപ്പൊ അവർക്ക് കഴിക്കാൻ കിട്ടുമല്ലോ. കുറെ കുട്ടികൾ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ മണലിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഏറ്റവും ചാൻസ് ആണ്. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. സൂര്യന്റെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നല്ലൊരു റെഡ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ബീച്ചില് ഓരോ ഏജ് ഗ്രൂപ്പുള്ളവരെ വേണം ഒന്നിച്ചിരുന്ന് സംസാരിക്കുക. അതൊക്കെ അവരുടെ റൊട്ടീനായിരിക്കാം. ദ്വീപിലുള്ളവരുടെ റൊട്ടീനായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും ഞാനും കാത്തിരിക്കുകയാണ് സൂര്യന്റെ അസ്തമയം കാണുന്നതിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ സൂര്യന് താണുപോയിട്ടോ. മുഖം താണുപോയത് കണ്ടില്ല. പെട്ടെന്ന് സൂര്യൻ അസ്തമിക്കുകയും ചെയ്തു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നല്ല രസമാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നല്ല രസമാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നല്ല രസമാണ്. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നല്ല രസമാണ്.
എല്ലാം മാറിപ്പോയി, നല്ല ഗോൾഡൻ നിറമായിപ്പോയി ആകാശമൊക്കെ. അപ്പോൾ സൂര്യാസ്തമയം കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പർച്ചേസിന് ഇറങ്ങി കേട്ടോ. പർച്ചേസിന് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. പക്ഷെ അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ളൊരു ഏരിയ ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഏരിയ നടന്നു കണ്ട് ഞങ്ങൾ ഒരു റിസോർട്ടിലോട്ട് തന്നെ തിരിച്ചെത്തി. ഇനി നൈറ്റില് ഫുഡ് കഴിക്കണം. അപ്പൊ ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 മണിക്കാണ് ഞങ്ങൾക്കുള്ള ഡിന്നർ. അപ്പൊ ഡിന്നറിലൂടെ കഴിച്ചിട്ട് ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഗെറ്റ് ടുഗദർ ഇവിടെ കഴിഞ്ഞിട്ട് എന്നിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഡിന്നറിന് ഇന്ന് ചപ്പാത്തി, പിന്നെ റൈസ്, പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള ട്യൂണ ഫിഷിന്റെ കറിയാണ് കേട്ടുള്ളത്. പിന്നെ ദാൽ ഫ്രൈ, ദാൽ കൂടി ഉണ്ട്. പിന്നെ ചായ, അങ്ങനെ കുറച്ച് സൈഡ് ഡിഷസ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഷവരം എന്ന് പറയാം. അതായത് ചവറ് എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. മീനിന്റെ മുട്ടയും അതുപോലെ തന്നെ കുടലും കുറച്ച് റൈസൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങള് ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എല്ലാവരും കൂടെ ഇരുന്ന് പരസ്പരം ഒരു പരിചയപ്പെടലൊക്കെ കഴിഞ്ഞിട്ടോ. അങ്ങനെ ലക്ഷദ്വീപിലെ ഡേവ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്, നന്നായി കിടന്നുറങ്ങും. നാളെ മുതലാണ് ശരിക്കുള്ള ആക്ടിവിറ്റീസ്, വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ബൈ ഫ്രണ്ട്സ്, അടുത്ത ലക്ഷദ്വീപ് വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.